ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറേ കാര്യങ്ങളും കുറച്ച് റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ അധികം വിശേഷങ്ങളും എല്ലാം ഉള്ള നല്ലൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ റഫിക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നല്ല നൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മീനെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ എനിക്ക് ഏറ്റവും വലിയ പണി തോന്നുന്നത് മീൻ കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുവരുന്ന ദിവസം കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്തു വെക്കാണ്ട് ചെയ്യുക. അപ്പോൾ 2-3 ദിവസത്തേക്കുള്ള മീനെല്ലാം ഉണ്ടാവും. നമ്മളെല്ലാവരും ഉണ്ടാവും, 3 ആളും ഉണ്ടാകുമ്പോൾ റഫീഖയും ഉച്ചയ്ക്ക് ഉണ്ടാകുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ഉണ്ടാക്കും. അല്ലാത്ത ദിവസം എന്തായാലും ഒരു കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും 2-3 ദിവസത്തിനൊക്കെ നമുക്ക് ഉണ്ടാകും. ഇന്നിപ്പോൾ കൂന്തൾ മീനും പിന്നെ നമ്മളെ പുയ്യാപ്പിളക്കോരല്ലേ അത്, പിന്നെ ഒരു മീനുണ്ട്, കുക്കർ മീനുണ്ട്. അതിൻ്റെ പേര് കുക്കർ എന്നാട്ടോ ആ മീനിൻ്റെ പേര്. ഒരു മുള്ളൻ മീനിനെ പോലെ ഞാൻ കാണിച്ചു തന്നില്ല, ഒരു സിൽക്കി ടൈപ്പ് ഒരു വലുത്. അത് മുള്ളൻ മീനിനെ പോലെ ഇരിക്കും, പക്ഷേ അതിൻ്റെ പേര് ഇത് കേട്ടോ, കുക്കർ എന്നാട്ടോ ഈ മീനിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ റഫീഖാനോട് പറയും, അങ്ങനെ പേര് അറിയാത്ത നമുക്ക് പരിചയമില്ലാത്ത മീനുകളൊന്നും കൊണ്ടുവരുതെന്ന് പറയും. പക്ഷേ ഇത് ഞങ്ങൾ രണ്ടാളും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് പോയപ്പോൾ, വേറൊരു ദിവസം മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ റഫീഖ് ഇതെടുക്കുന്നത് കണ്ടപ്പോൾ അവർ നല്ല മീനാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പേരറിയാത്ത മീനൊന്നും വേണ്ട, പരിചയമില്ലാത്ത മീനൊന്നും വാങ്ങണ്ട വെറുതെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു താത്ത ഉണ്ട് കേട്ടോ, അവർ കാറ്ററിംഗ് ഒക്കെ നടത്തുന്നതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് നല്ല മീനാണ് മോളെ, ഞാൻ എപ്പോഴും ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല കാമ്പും ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മീൻ വാങ്ങലുണ്ട് കേട്ടോ. നല്ലതാണ്, നല്ല പൊരിച്ചിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ മീനാട്ടോ. ഇപ്പോൾ നമുക്കിത് ഫേവറേറ്റാണ്. ഇനിയിപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഇത്, തേങ്ങ ചിരവലൊക്കെ. അപ്പോൾ ആ പണി തന്നെ ഞാൻ ഇന്ന് കിച്ചണിലേക്ക് വന്ന ഉടനെ തന്നെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റഫീഖ് വന്നിട്ട് കുറച്ച് സമയം കിടക്കൂട്ടോ. കുറച്ച് സമയമൊന്നും രാവിലെ അല്ലേ ഉറക്കം കിട്ടുള്ളൂ. പിന്നെ ഉച്ചയും ബഹളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആ ഒരു സൈലൻ്റൊക്കെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ പിന്നെ എണീറ്റ് വരും. അപ്പോൾ ഇപ്പോൾ റഫീഖൊക്കെ എണീറ്റ് വന്നു, വാവയൊക്കെ എണീറ്റ് വന്നു. അപ്പോൾ എനിക്കിങ്ങനെ സൈലൻറ്റിൽ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവരൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്കും എൻ്റെ മീൻ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്ത് ഇനി അതെല്ലാം നമുക്ക് ഇന്ന് ഉപയോഗിക്കാത്ത മീൻ ബോക്സിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരാഴ്ച വരെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ ഫ്രഷ്നെസ് കിട്ടും കേട്ടോ. ഒരു അഴുകിയ മീൻ, ഒരു ചീഞ്ഞ മീനിൻ്റെ ചുവയോ ഒന്നും വരില്ല. നമ്മൾ വാങ്ങിയപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടലുണ്ട്. ആദ്യം ഞാനിങ്ങനെ വെള്ളം തൊടിക്കാതെ ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കുക ചെയ്യും. പക്ഷെ അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്കതിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടാ. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആരോ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ഇതിപ്പോൾ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് ചിക്കനും മീനും ബീഫും എല്ലാം ഞാനിങ്ങനെ തന്നെയാണ് സ്റ്റോർ ചെയ്യൽ. അപ്പോൾ താങ്ക് യു, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്കിക്കോട്ടോ, നല്ലതാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. ഇനിയിപ്പം ഞാൻ ആ മുറിച്ച അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത്, ആ ഭാഗം മാത്രമല്ലല്ലോ, അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ, പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കട്ടെ. പത്തിരിയാണ്. ഇപ്പോൾ പത്തിരിക്കൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. ഇനി ഇതൊക്കെ ഒന്ന് കുഴച്ച് പരത്തി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ കിച്ചണിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ വേഗം പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്കാണ് മീൻ, രാവിലത്തേക്ക് എനിക്ക് മീൻ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ പത്തിരിക്കുള്ളതൊക്കെ ഒന്ന് പരത്തി വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു, ഞാൻ ഇന്ന് രാവിലെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആ മീനും നിന്നില്ല, അപ്പോൾ എനിക്ക് അത്ര സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ മുഖത്ത് എന്തെങ്കിലും ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുഖത്ത് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒരു ചെറിയ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തു, നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട്. എന്നാൽ അത് കുറച്ചെടുത്തിട്ട് ഒരു 1 ടീസ്പൂൺ എടുത്തിട്ട് മുഖത്ത് മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കഴുകിക്കളഞ്ഞതിന് ശേഷം തക്കാളി ജ്യൂസിൽ തന്നെ കുറച്ച് ഒരു ടീസ്പൂണെല്ലാം പത്തിരിപ്പൊടിയില്ല, നമ്മളെ പച്ചരീൻ്റെ പൊടി, അത് പച്ചരീൻ്റെ ആയാലും പുഴുങ്ങലരീൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടും എടുക്കാം. ഇനി പച്ചരി അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ആണെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. നമ്മൾ കളറെല്ലാം വെക്കാനും ഒക്കെ നല്ല ടാനെല്ലാം റിമൂവ് ആകാനൊക്കെ ഭയങ്കര നല്ലതാണ്. തക്കാളി മാത്രമായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഇനി അപ്പോൾ പത്തിരി ചൂടുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം സെറ്റായി കിട്ടും. പിന്നെ കുളിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരു ചെറിയ പ്ലാനിങ്ങോട് കൂടി വേണം കേട്ടോ പോകാൻ.
പിന്നെ നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പം എനിക്കാണെങ്കിലും ഇനി അങ്ങോട്ടൊന്നിനും സമയം ഉണ്ടാവില്ല. കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനത്തേനൊക്കെ ആയിട്ട് പോവും. അപ്പോൾ നമ്മളെ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ വെറും പണി മറ്റുള്ളവർ കാര്യങ്ങൾ, മറ്റുള്ളവരല്ല ഫാമിലീസിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് അള്ളാഹു തന്ന സൗന്ദര്യത്തിനെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമയല്ലേ. ഒന്ന് നീറ്റാക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. ഭയങ്കര ഇങ്ങനെ വെളുത്ത് പാറ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫേസെല്ലാം ഒന്ന് ഗ്ലോ ആക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് വെക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കലുണ്ട്, എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ലൈഫിന് ഒരു ഉന്മേഷവും ഒരു ഉഷാറൊക്കെ കിട്ടും കേട്ടോ. ഒരു എനർജിയൊക്കെ കിട്ടും. നമുക്ക് എനർജി കിട്ടുമ്പോൾ നമ്മളെ ബാക്കിയുള്ളവർക്കും ഫാമിലീസിലുള്ള ബാക്കിയുള്ളവർക്കും അത് പാസ് ചെയ്യും കേട്ടോ. അതങ്ങനെ അവർക്കും ആ ഒരു ഉഷാറും കാര്യം അവർ ചടഞ്ഞു കൂടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഉഷാറ് ഉള്ളത് കാരണം നമ്മൾ ഈ ഒരു ഉഷാറ് കാണുമ്പോൾ അവർക്കും കൂടെ ഒരു എനർജി കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ ഇതാ സംസാരിച്ച് എൻ്റെ പത്തിരി ചുടൽ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കറി കുക്കറിലുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി എഗ്ഗ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പകുതിയും ബാക്കിയുണ്ട് കേട്ടോ. എഗ്ഗൊന്നുമില്ല, എന്നാലും ആ കറി അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിക്ക് കോമ്പിനേഷനാണ്. പിന്നെ വേറെ എന്തെങ്കിലും മീനോ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കിയാൽ പിന്നെ ഇത് നോക്കൂല കേട്ടോ, ഇത് എടുക്കുകയില്ല, പിന്നെ അത് വേസ്റ്റ് ആയി. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് തീർന്നിട്ട് വേറെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ഇതാ ചായ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും നോക്കിയ ഉടനെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കേട്ടോ തുണിയൊന്ന് നന്നായിട്ട് നനച്ച് പിഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് തുടച്ചിട്ട് അപ്പോൾ അവിടെ നീറ്റായിട്ടിരിക്കും. നമ്മൾ ഇനി ലഞ്ച് പാചകം ചെയ്യാനുണ്ട് നമുക്ക് അപ്പോൾ വരുമ്പോഴായാലും. അപ്പോൾ അതിന് ശേഷം ഞാൻ പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ലഞ്ചും കൂടെ ആകുമ്പോൾ ഇനി ഒരുപാട് പാത്രങ്ങളാവും. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ് പാത്രം കഴുകൽ. അപ്പോൾ ഇതിങ്ങനെ കുറേ പാത്രം കാണുന്നതിനേക്കാൾ എനിക്ക് അപ്പാവുന്നത് കഴുകിയാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സിങ്ക് കാലിയായിട്ടാണ്. അത് കാണുമ്പോൾ പണിയെടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. കിച്ചണിൽ നിൽക്കുമ്പോൾ അടക്ക ആ സിങ്ക് നിറയുന്നത് കാണുമ്പോൾ ഒരു ബേജാറാട്ടോ. വെറുതെ എങ്കിലും പാത്രം കഴുകാൻ മടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ കാര്യം ഞാൻ എപ്പോഴെപ്പോഴും ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. സിങ്ക് കാലിയാക്കിയിടാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. പിന്നെ ബൾക്കായിട്ടുള്ള കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഗസ്റ്റ് വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതിനിടയിൽ എനിക്ക് അന്നത്തെ ദിവസത്തെ വീഡിയോ എഡിറ്റിംഗ് പകുതിയാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഗസ്റ്റ് വന്നു. അപ്പോൾ പിന്നെ ഓഫാക്കി വെച്ചു. പിന്നെ കിടക്കേണ്ട സമയമായി. പിന്നെ കിടക്കേണ്ട സമയമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം നേരം ഇരിക്കലില്ല കേട്ടോ. കാരണം നമ്മൾ എഡിറ്റിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഉറക്കവും എല്ലാം നമുക്ക് വേണ്ടേ. ഇത് മാത്രം പോരല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കറക്റ്റ് ടൈം ഒരു 10 മണി അതാകുമ്പോൾ ഞാൻ ഓഫാക്കോട്ടെ, ഇത് ചെയ്യൂല. അങ്ങനെ ഇന്നലെ അടച്ച് വെച്ചതിൻ്റെ ബാക്കിയാണ് ഇപ്പം ഇന്ന് ചെയ്ത് തീർത്തു അപ്ലോഡ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുഴപ്പമില്ല, എനിക്ക് അതവിടെ പെൻഡിങ് ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ചിലപ്പോൾ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് അപ്ലോഡ് ആക്കാൻ വേണ്ടി കഴിയൂല, അങ്ങനെയൊക്കെ വരില്ലേ. അപ്പോൾ നേരത്തെ തന്നെ അത് അതിൻ്റെ ഇടയിലൂടെ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലഞ്ചാക്കണം. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ അകലൊന്ന് ഒതുക്കി പെറുക്കട്ടെ. ഞാൻ രാത്രി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അകലൊന്ന് ഒതുക്കി പെറുക്കി വെക്കലുണ്ട് കേട്ടോ. ചില ദിവസം പേപ്പർ വായിച്ചിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ കൊണ്ടുപോയിട്ടിട്ടൊക്കെ അലങ്കോലാവലുണ്ട്. എന്നാൽ ചില ദിവസം ഒന്നും വൃത്തികേട് ആവലുമില്ല കേട്ടോ. ഇന്നിപ്പോൾ വല്ലാണ്ട് വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതവിടെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലമായതൊന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ഇന്നിപ്പം തുടക്കാനൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മേലെയും താഴെയും ഒന്ന് അടിച്ച് വാരിയിട്ടൊന്ന് ക്ലീനാക്കി ഇടാനേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യലാണ്. കുറേ പേര് എൻ്റെ റൊട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയലുണ്ട് എന്നെ. ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും കുറേ പേര് കണ്ടു കേട്ടോ. എന്നിട്ട് അവരെല്ലാം ഇങ്ങനെ ഓരോ മോട്ടിവേഷനാണ് അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കട്ടെ, എന്തിനാ ഈ അടിച്ചു വാരൽ എന്നും കാണിക്കുന്ന, പാത്രം കഴുകുന്നത് എന്നും കാണിക്കുന്ന, അല്ലെങ്കിൽ ക്ലീൻ ആക്കുന്ന എന്നും കാണിക്കുന്നത്. പക്ഷേ അവർ വീണ്ടും അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. അത് എന്നത്തെ വീഡിയോയിലും അത് കുക്കിംഗ് വേണം, എന്നാൽ ഇത് എന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തണം. ഫുൾ ഡേ ഉള്ള റൊട്ടീൻ കാണിക്കണേ, രാത്രി കിടക്കുന്നത് വരെയുള്ള കാണിക്കണേ എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു കാണിക്കാമെന്ന്. പക്ഷേ എൻ്റെ ഇങ്ങനത്തെ ഇപ്പോൾ വൈകുന്നേരമുള്ള വീഡിയോ തന്നെ ലെങ്തിയാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, കറക്റ്റ് എനിക്ക് കുക്കിംഗ് ആയാലും എന്തായാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരണം എന്നുള്ളത് കൊണ്ടാവും എനിക്ക് ലെങ്തി ആയിട്ട് പോകട്ടെ. എത്ര ചുരുക്കാൻ ശ്രമിച്ചാലും എനിക്ക് പറ്റലില്ല. ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂവേഷൻ കിട്ടണ്ട. അത് എനിക്ക് തന്നെ ഒരു ഓക്കെ ആയാലട്ടോ ഞാൻ അങ്ങനെ ആക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഞാൻ നോക്കാം, ടൈമെല്ലാം കറക്റ്റാക്കിയിട്ട് ഒന്ന് റെസിപ്പിയെല്ലാം കുറച്ചിട്ട് വേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് കേട്ടോ. ടൈപ്പ് വീഡിയോസും എല്ലാം
എന്തായാലും തരും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ക്ലീനിങ് വേണം, കുക്കിംഗ് വേണം, സംസാരം വേണം, പിന്നെ എന്താ പറയുക, രാവിലത്തെ വൈകുന്നേരത്തെ രാത്രി എല്ലാം കൂടെ ആകുമ്പോഴാണ് കേട്ടോ ലെങ്തി ആവുന്നത്. സോറി, ഞാൻ മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. എവിടെയും നമ്മളൊരു ലാഗായിട്ട് പോകുന്നില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ അതാ ഞാൻ മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്, തുടക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല. അതിന് ശേഷം ഇതാ നമ്മൾ ലിവിങ്ങിലൊക്കെ ഒന്ന് ഒരു ഫ്രഷ് ഒരു നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്തൊരു അത്തർ അല്ലെങ്കിൽ സ്പ്രേ എന്തെങ്കിലും ഉണ്ടാവില്ലേ, നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ അത് എടുത്ത് വെക്കൂട്ടോ, എടുത്ത് മാറ്റി വെക്കും. എന്നിട്ടിങ്ങനെ ആ ലിവിങ് ആ ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂമിൽ ഈ ഒരു സാധനം കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്, നല്ല സ്മെല്ലാണ്. ഒഡോണിലിൻ്റെ ലാവൻഡറിൻ്റെ ആ ഒരു സ്മെല്ലുള്ള സംഭവം കേട്ടോ. അതിങ്ങനെ ബാത്റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ബാത്റൂമിലും നമുക്ക് ആ റൂമിൻ്റെ ഏരിയയിലേക്കും ആ ഒരു സ്മെല്ല് കിട്ടും കേട്ടോ. എല്ലാ ബാത്റൂമിലും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ നമ്മുടെ വീടില്ലേ നല്ല ഫ്രഷ് സ്മെല്ലുള്ള, നല്ല കയറി വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള വീടാക്കി മാറ്റാൻ പറ്റും നമുക്ക് ഈ ഓരോരോ ഏരിയയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. പിന്നെ ഇതാ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ പോട്ട് പ്യൂരി ഇല്ല, അങ്ങനെ അതാട്ടെ ഇതിന് പറയാൻ കുറേ പേര് ഡൗട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഡ്രൈ ഫ്ലവറിൻ്റെ സംഭവം അത് നമുക്ക് ഫാൻസിയിലും ഓൺലൈനിലും ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അത് നമ്മൾ വാങ്ങുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും, പിന്നീട് അത് കുറയും കേട്ടോ. കുറേ കഴിയുമ്പോൾ കുറയും, ഒരു കൊല്ലത്തോളമൊക്കെ കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിപ്പോൾ ഞാൻ പഴയതാട്ടോ, എൻ്റെ കയ്യിൽ ആദ്യമേ ഉള്ളതാണ്. അപ്പോൾ അതിലേക്ക് എസൻഷ്യൽ ഓയിലില്ലേ അതിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിങ്ങനെ സ്മെല്ല് പോകുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ഭാഗമല്ലേ ഡൈനിങ് ഹോള്, ആ ഒരു ടേബിൾ ഏരിയ ഒക്കെ അല്ലേ, അതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് നല്ല രസമുണ്ടാകും. എൻ്റെത് അതും ലാവൻഡറിൻ്റെ ഒരു സ്മെല്ലാട്ടോ അതുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയും നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ കിച്ചണിലും ഇതുപോലെ നമുക്കൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ പോട്ട് പ്യൂരി വെക്കുക, എന്നിട്ട് സ്മെല്ല് ആക്കിയെടുക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് അരി എടുക്കുക. നിങ്ങൾ യൂസ് ചെയ്യാത്ത ചിലപ്പം വേണ്ടാത്ത അരിയൊക്കെ ഉണ്ടാവില്ലേ, അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതെടുക്കുക, ഒരു പാത്രത്തിലോ ഒരു ബോട്ടിലോ ഒരു ഗ്ലാസ്സിലോ എടുക്കുക. എന്നിട്ട് ആ അരിയിലേക്ക് കുറച്ച് എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിലോ ഓൺലൈനിലൊക്കെ ആയിട്ട് കിട്ടും. അതിങ്ങനെ ഒരു 3-4 ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഒരു ഏരിയയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഉറുമ്പ് എന്തെങ്കിലും വീഴും എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും തുണി കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ ഓട്ടയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് കിട്ടും. ആ സ്മെല്ല് പോകുന്ന സമയത്ത് ഇതുപോലെ എസൻഷ്യൽ ഓയിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ അത് അവിടെ ആയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും. അരി ഉപയോഗിക്കാത്ത അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നിന്ന് കേടുവന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അത് പിന്നെ നമുക്ക് ഫ്രഷ് അരി എടുക്കുകയാണെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഒരു പ്രശ്നം. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പോട്ട് പ്യൂരി വാങ്ങി യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ടോ പോകുന്നതെന്നാവും. ഇന്നൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ മുന്നത്തെ വീടില്ല, നമ്മൾ തൊട്ട് മുന്നത്തെ അയൽവാസി നിഷ എന്നോട് എപ്പോഴും പറയും അവിടെ ഒരു ടൈപ്പ് വള്ളിച്ചീരയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വഷളച്ചീര, വള്ളിച്ചീര എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ സംഭവം. നിങ്ങൾക്ക് വഷളച്ചീര എന്ന് തന്നെയാണ് അതിന് പറയുക. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയ സമയത്ത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് പറിക്കാൻ ഇവിടെ ഉണ്ട്, എപ്പോഴും വന്ന് പറയും കേട്ടോ, പറിച്ചോന്നിങ്ങനെ പറയലുണ്ട്. ഇത് കണ്ട ഈ ഒരു വള്ളിയിൽ ഉണ്ടാകുന്ന ഇതിൻ്റെ പച്ച വള്ളിയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഒരു മെറൂൺ ടൈപ്പ് വള്ളിയുണ്ട് കേട്ടോ. ഗ്രീൻ ഇലയാണത് വരുന്നത്. ചെറിയൊരു കൊഴുപ്പുള്ള ഒരു ഇലയാണ് കേട്ടോ. ഇത് നമുക്ക് ഉപ്പേരി വെക്കാനും അതുപോലെ തന്നെ വേറെയുള്ള ചീരേൻ്റെ കൂടെ ഇട്ടിട്ട് ഉപ്പേരി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ പരിപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും കറി ഒരു ലൈറ്റ് പരിപ്പിൽ എന്തെങ്കിലും ഇട്ടിട്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനും നിശയും കൂടെ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. ഭയങ്കര ഗുണമുള്ള സാധനമായിട്ടത്. നമ്മൾ വയറിന് ഭയങ്കര നല്ലതാണ്, ദഹന പ്രക്രിയ വേഗത്തിലാക്കും. അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇതിനുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗുണങ്ങൾ. കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നല്ല സംഭവമാണ് കേട്ടോ. പിന്നെ നമുക്ക് ചോറിന് കൂട്ടാനും അടിപൊളി തന്നെയാണ്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പരിപ്പിലിടാനല്ലേ, അപ്പോൾ ഒരുപാട് വേണ്ടല്ലോ, ഉപ്പേരി വെക്കാനല്ലല്ലോ. അങ്ങനെ അതും പറിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നിശാനിക്ക് അതിൻ്റെ വിത്ത് കുറച്ച് തന്നു കേട്ടോ. എപ്പോഴും പറയും ഇത് കൊണ്ടുപോയിട്ട് നട്ടു നോക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനതിൻ്റെ വിത്ത് ഒരു കുരുവാട്ടോ, ഒരു കറുപ്പ് കളറ്, അത് മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ താനെ തന്നെ മുളച്ചോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനിപ്പോൾ കുത്തിയ ഇടമൊന്നുമില്ല, അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് മുളക്കുകയാണെങ്കിൽ മുളക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേഗം വന്നിട്ട് അരി ഇടുകയാണ് കേട്ടോ.
ചോറിനുള്ള അരി ഇതാ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വിസിൽ എടുക്കുമ്പോഴത്തേക്കും റെഡി ആയിക്കട്ടെ. അപ്പോൾ നമ്മൾ കുക്കിംഗ് തുടക്കുമ്പോൾ ആദ്യം വേവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറ് അവിടെ വെന്ത് വരട്ടെ. ഇനി ഇതാ കുക്കറിൽ നമുക്ക് മീനൊക്കെ റെഡിയാക്കാനുണ്ട്. പക്ഷേ പരിപ്പ് വെന്ത് വന്നല്ല ലീഫ് ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ പരിപ്പും ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂർ പോലും വേണ്ട കേട്ടോ നമ്മുടെ കുക്കിങ്ങിന്. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ എന്താ പറയുക, ഒരു ബന്ധവുമില്ലാതെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചീര അരിയാൻ വേണ്ടിയിട്ട് പോകരുത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് നമുക്ക് പരിപ്പ് വെന്ത് വരും. ആ സമയം കൊണ്ട് നമുക്കത് അരിഞ്ഞാൽ മതി. അങ്ങനെ ഒന്ന് നമ്മളെ മൈൻഡിലൊന്ന് ചെറുതായിട്ടൊന്നും വലിയ കാര്യമൊന്നും അല്ല, എന്നാലും പറയുന്ന കുക്കിങ്ങിൽ ചിലർക്ക് ഭയങ്കര ടൈം വേണം എന്നൊക്കെ പറയലുണ്ട്. കുറേ സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരുപാട് 2-3 മണിയൊക്കെ ആവലുണ്ടെന്ന് പറഞ്ഞു. കുട്ടികളുള്ളവരെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞ്. നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല. നമ്മളിപ്പോൾ ഫ്രീ ആയതുകൊണ്ടാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. പിന്നെ കുട്ടികൾ വലുതാവണം അങ്ങനെ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഒരുപാട് കമൻറ്റ് വരലുണ്ട്, കുട്ടികളുള്ളവർക്ക് ഇങ്ങനെയൊന്നും പറ്റൂല എന്ന് എനിക്കും അറിയാം കേട്ടോ. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം കുട്ടികളുള്ളവർക്ക് അങ്ങനെയൊന്നും പറ്റൂല എന്ന് കേട്ടോ. അപ്പോൾ അതുതന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ അപ്പോൾ അതൊക്കെ നരിഞ്ഞ് വെച്ചു. നമ്മൾ പരിപ്പാട് വേവുന്നുണ്ട്. ചോറും കുക്കറിൽ ആകുന്നുണ്ട്. ചോറ് ഏറൊക്കെ വന്നു ഇപ്പോൾ. ഇനിയിപ്പോൾ അതാ നമ്മളെ കൂന്തലിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലൊരു കൂന്തൽ റോസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. എന്നാൽ ഉള്ളി വഴറ്റേണ്ട അങ്ങനത്തെ കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മീനൊക്കെ പരക്കുന്നത് പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പും കൂടെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് കുക്കിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിലുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിച്ച ഓരോരോ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ മറന്നു പോകട്ടോ. കുറേ കാര്യങ്ങൾ നമ്മൾ ഇടപെടി നമ്മളെ പണീൻ്റെ ഇടയിലേക്കും ഇതുപോലെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നതൊക്കെ മറന്നു പോകുന്നതാണ് കേട്ടോ. സംസാരത്തിനും അത് തന്നെയാണ് സ്പീഡ് കൂടുന്നത്. നമുക്ക് പോയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഇതില്ലേ എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ റമദാനിൽ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ബാക്കി വന്നതാണിത്. അപ്പോൾ ഇഞ്ചി ഉണ്ടാവും. ഒരു ബോട്ടിലുണ്ടായിരുന്നു, അത് തീർന്നു. അടുത്ത ബോട്ടിലെടുത്തതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും പേസ്റ്റ് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രീസറിലാണ് വെക്കുക. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഫ്രീസറിലാണ് ഞാൻ വെക്കുക. എന്നിട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യം നമുക്കറിയാമല്ലോ ഇതാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുമ്പോൾ ഒരു 2 മിനിറ്റ് ആ ബോട്ടിലൊന്നെടുത്ത് പുറത്ത് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് എടുക്കാം. നനവില്ലാത്ത സ്പൂൺ കൊണ്ട് എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതുപോലെ തന്നെ അടച്ചിട്ട് കൈയോടെ തന്നെ തിരിച്ച് ഫ്രീസറിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എന്നാൽ ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ കല്ല് പോലാവും, ആ പേടിയും വേണ്ട. 2 മിനിറ്റ് പുറത്ത് വെച്ചാൽ നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് മാറും കേട്ടോ. എനിക്ക് തോന്നുന്നു അതാണ് നല്ലതെന്ന്. കാരണം നമ്മൾ ഇപ്പോൾ അധികം കുക്ക് ചെയ്യുന്നില്ല, ചിലപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. കാരണം ഫ്രീസറിലാണ് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാണ്ട് അവിടെ ഇരിക്കും. ഫ്രിഡ്ജിലാവുമ്പോൾ ഒരു മാസം അതിലപ്പുറത്തേക്കൊന്നും ഇരിക്കില്ല കേട്ടോ. ഇനിയിപ്പം കുറേ ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് കേടുവരും എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ തേങ്ങയും അതുപോലെ തന്നെ കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചിരകിയിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ. നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഇത് കണ്ടോ, ഈ ചെറുനാരങ്ങ നീരില്ലേ, ഇത് ഞാൻ റമദാനിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ സംഭവം എല്ലാം കാണിച്ചിട്ടില്ലേ വീഡിയോ. ആ സമയത്ത് ഞാൻ കുറേ ചെറുനാരങ്ങ എടുത്തിട്ട് ഇതുപോലെ സ്ക്യൂസ് ചെയ്തിട്ട് നീരെടുത്തിട്ട് ബോട്ടിലാക്കി വെച്ചതാണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ എല്ലാത്തിനും ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഭയങ്കര നല്ല ടിപ്പാട്ടോ. ഇതിപ്പോൾ ഞാൻ മീനിലേക്ക് മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ലെമൺ ജ്യൂസും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിലേക്കും പെട്ടെന്ന് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാനൊന്നും പോകണ്ട. വേഗം എളുപ്പമാണ്. പാചകം കുറച്ച് എളുപ്പത്തിലാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. നാശാവോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഒന്നും ആവില്ല. നമുക്ക് തന്നെ ആ ഒരു ലെമൺ ജ്യൂസിനെ നമുക്ക് എടുത്തിട്ട് ലൈം ഉണ്ടാക്കും അല്ലേ, ജ്യൂസ് ഉണ്ടാക്കുക, ലൈം ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യും. ഒരു ടേസ്റ്റ് വ്യത്യാസം വരില്ല കേട്ടോ. ലെമൺ അല്ലേ, ഒന്നും ആവില്ലല്ലോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലിരുന്ന് ചുങ്ങിപ്പോവുക, വാടിപ്പോവുക, അതിനൊന്നും നിൽക്കണ്ടല്ലോ. ഒരു ബോട്ടിലാക്കി വെച്ചാൽ, ഗ്ലാസ് ബോട്ടിലാക്കി വെക്കണം. ആക്കി വെച്ചാൽ അതവിടെ ഇരുന്നോളൂ കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡ് ഡോറിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ചീരല്ലേ അത് കഴുകി ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും.
ഇനി നമ്മളെ കൂന്തൽ റോസ്റ്റ്, കൂന്തൽ ഫ്രൈ നോക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക്, നമ്മൾ മീനൊക്കെ പൊരിക്കാനെടുക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് അത്രയും വെളിച്ചെണ്ണ എടുക്കുക. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാനിടുന്ന പോലെ തന്നെ കൂന്തൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ ഒന്ന് വലിച്ച് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കുക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കൂന്തലിനൊരു വൈറ്റ് ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രം ചെയ്യുക കേട്ടോ. ചെറിയൊരു വൈറ്റ് കളർ എല്ലാത്തിനും വരും, ഒരു മാറ്റം വരും, ഞാൻ പറഞ്ഞുതരാം. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ലോ ഫ്ലെയിമിലാക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഇറങ്ങി അത് താനേ കുക്കായിട്ട് വരും കേട്ടോ. അത് റോസ്റ്റായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെ ചീരയല്ലേ, അതെല്ലാം വെന്ത് വരുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ, അപ്പത്തേക്ക് അത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് കണ്ട ഈ ഒരു ടൈം, ഇപ്പോൾ ഇതൊരു വൈറ്റ് കളറായില്ലേ കൂന്തളെല്ലാം. ഈ ഒരു സമയത്ത് നമ്മൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി അടച്ച് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയും വേണ്ട, അത് കുക്കായിട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ. ഇനി ഇതാ നമ്മളെ കറിയില്ലേ, പരിപ്പ് തളിച്ചത്, അതൊന്ന് വറവിട്ടെടുക്കുക. ഈ പരിപ്പ് തളിച്ചതിലേക്ക് ആ ചീര മാത്രമല്ല മുരിങ്ങയില ചേർത്ത് കൊടുക്കുക, സാദാ ചീരയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഒരു വെറൈറ്റി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വെന്ത് വന്ന ചീരയും പരിപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റ്, മീൻ പൊരിച്ചതിലൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ ഇതുള്ളത് കൊണ്ട് ലീഫെല്ലാം അതിലുണ്ടല്ലോ, നമ്മൾ വെജിറ്റബിൾസും കൂടെ ഇതിലുണ്ടല്ലോ, അതുകൊണ്ട് വേറൊരു ഉപ്പേരിൻ്റെ ആവശ്യമില്ല ഇന്ന്. അതുകൊണ്ട് ഞാനിന്ന് ഉപ്പേരിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കറി സെറ്റായിട്ടുണ്ട്. ഇനി കൂന്തളും മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ അതിനും കൂടെ ഞാനിതാ പാൻ വെച്ച് കൊടുത്തു, എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൂന്തൾ ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടയ്ക്കൊന്ന് നമ്മൾ വല്ലപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണെങ്കിൽ ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കാം. അല്ല റോസ്റ്റായിട്ട് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ആ ഒരു സമയത്ത് ഓഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരിവുണ്ടല്ലോ, കുറച്ച് ഗ്രേവി ആയിട്ട് ഇങ്ങനെ ചോറിലൊക്കെ കുഴച്ച് കഴിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് വറ്റി ഇതുപോലെ റോസ്റ്റായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ റോസ്റ്റ് ആവണം, കറി വേറെ ഉണ്ടല്ലോ. അതാ ഈ ഒരു പരുവ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. കൂന്തളം നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാ ഈ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കൂന്തൽ റോസ്റ്റ് അല്ലേ വേണ്ടേ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാട്ടാ. ഈ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് നമുക്കൊരു പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സൈഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മളെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്, കൂന്തൽ റെഡി ആയിട്ടുണ്ട്, കറി റെഡിയായി. പിന്നെ കുറച്ച് വഴുതന ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ, അതും ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ എൻ്റെ വീഡിയോ ഇടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കാട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൈലാഞ്ചി പറിച്ചു, അതരച്ച് വെച്ചു, നമ്മൾ പണിയൊക്കെ തീർന്നതിന് ശേഷം കേട്ടോ. അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമ്മൾക്ക് ഫ്രീ ടൈം കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ വേഗം നമ്മൾ എല്ലാം കാര്യങ്ങൾ ചെയ്ത് മാറുകയാണെങ്കിൽ, പണികളൊക്കെ വേഗം തീർക്കുകയാണെങ്കിൽ, പിന്നെ ഞാൻ തുടക്കലല്ല, ഞാൻ ഒരു 4-5 ദിവസം കൂടുമ്പോഴേ ചെയ്യുള്ളൂ കേട്ടോ. മേലെ ഒരു ദിവസം ചെയ്യും, താഴെ മേലെ ചെയ്യുന്ന ദിവസം താഴെ ചെയ്യൂല, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. പിന്നെ തുടക്കുന്ന ദിവസം ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് നിൽക്കൂല. അങ്ങനെ ഒക്കെ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിലൊന്നും നമുക്ക് ഈ ഒരു സമയം 9-10 മണിയാകുമ്പോഴത്തേക്കൊന്നും നമുക്ക് പണികളൊന്നും തീർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എല്ലാ ജോലികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും ടയർഡാവുകയും ചെയ്യും കേട്ടോ. ഓരോ വേദന, കാല് വേദന, വെറുതെ ഞാൻ അതിനൊന്നൊക്കെ ഇല്ല, പ്ലാൻ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇന്ന് റഫീക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഹെവി ഫുഡാണ് കേട്ടോ. ചോറല്ല, കൂന്തളും മീനും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ റഫീഖ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ സ്വീറ്റ്സ് എന്തെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. മീനൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും അല്ല, ഇടയ്ക്കിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ കൊണ്ടുവന്നതാണ് കേട്ടോ ആ ഒരു മിഠായി. കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അവിടെയാണ് അവരെ വീട് എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവർ കൊണ്ടുത്തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ റഫീഖക്കും വാക്കും ഞാനും ഒരെണ്ണം കഴിച്ചു. ഇനിയിപ്പോൾ ഇതാ മൈലാഞ്ചി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നഖത്തിലൊക്കെ ഒന്ന് ഇടട്ടെ. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്തായാലും 1 മണിക്കൂർ ഒന്ന് കിടന്നിട്ട് എണീറ്റ് വരുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. അപ്പം എൻ്റെ മൈലാഞ്ചിയൊക്കെ ഞാൻ കഴുകി. ഇനി കുറച്ച് പഴം ഉണ്ട് കേട്ടോ, അത് പഴുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഴം നിറച്ചത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി കേട്ടോ ഞാൻ കഴുകി മാറ്റിയത്, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ.
ഇനിയിപ്പോൾ ഇന്ന് രാത്രിയും കൂടെ ഇട്ടാൽ ഇതൊരു ഡാർക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ റെഡ് കളറിലാണ് നിൽക്കുന്നത്. ഇനി പഴം നിറക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ മുന്നേ നമ്മുടെ എന്താ പറയുക, സോറി, ഉന്നക്കായ ഉണ്ടാക്കിയില്ലേ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഈ സ്വീറ്റ്, അതായത് തേങ്ങ, ഏലക്ക, പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ലേ, അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്തു. പിന്നെ വൈകുന്നേരം എളുപ്പമല്ലേ, ഒരു മടിയാട്ടോ വൈകുന്നേരം ഉണ്ടാക്കാൻ. അതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ എളുപ്പമാണല്ലോ, പഴം നിറച്ച് പിന്നെ ഈസിയല്ലേ. പിന്നെ ഇന്ന് റഫിക്ക് ഇതുപോലെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഒന്നല്ല, ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ. സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, നൈറ്റൊക്കെ കഴിഞ്ഞ് റെസ്റ്റുള്ള ദിവസമാണെങ്കിൽ. അപ്പോൾ ഇതാ പഴത്തിൻ്റെ 2 ഭാഗം ഇതുപോലെ അപ്പുറത്തേക്ക് പോകാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫില്ല്, നമ്മൾ തേങ്ങയും കാഷ്യൂനട്ടും കിസ്മസും ഏലക്കപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് ആ ഒരു മിക്സ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്നുമില്ല, ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മൈദയല്ലേ, അത് കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് കലക്കിയെടുത്തിട്ട് ഈ കീറിയ ഭാഗമല്ലേ അത് നമുക്ക് അടച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ മൈദ വെച്ചിട്ട് നമ്മൾ ആ ഭാഗം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പിന്നെ പഴം നിറച്ചത് പലരും പല രീതിയിൽ ഉണ്ടാക്കലുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് മൈദയിൽ മുക്കിയിട്ടുണ്ടാക്കും, അങ്ങനെ പല രീതിയിലും. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ മൈദ കുറച്ച് കലക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കീറിയ ഭാഗമല്ലേ അവിടെ മാത്രമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ ഞാൻ അധികം മുക്കി പൊരിക്കലുണ്ട് കേട്ടോ. ഇത് മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ ഓയിലൊക്കെ ചേർത്തിട്ട് മുങ്ങിപ്പൊരിക്കുന്ന രീതി, പഴംപൊരിയൊക്കെ പൊരിക്കുന്ന രീതിയിൽ പൊരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സും എല്ലാം റെഡിയാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹെൽത്തി ആയിട്ടൊന്നും കൂടെ കാണിച്ചു തന്നതാണ് കേട്ടോ. കുറച്ച് നെയ്യ് എടുത്താൽ മതി, നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമില്ല. എടുത്തിട്ട് അതിലിട്ടിട്ട് ഇതുപോലെ ഗോൾഡൻ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ഒരു ഹെൽത്തി സ്നാക്കുമാണിത്. ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തയക്കാവുന്നതാണ്. എനിക്കിത് ഇങ്ങനെ ആക്കിയത് നമ്മളെ പഴംപൊരി മാവില്ലേ അതിലിട്ടിട്ട് പൊരിക്കുന്നതാട്ടോ ഇഷ്ടം. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ആക്കുമ്പോൾ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പഴം നിറച്ചതും ഒക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ, റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ആരും കമൻറ്റ് ഇടാൻ മടിക്കരുത് കേട്ടോ. ഒരു സ്മൈലിയോ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഇടുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.